ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാലേ. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി കാടമുട്ട ബജി ഉണ്ടാക്കിയാലോ നമുക്ക്. ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ച് ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബജിയാട്ടോ ഇത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കാടമുട്ട ഞാനൊരു 20 എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് ഞാനവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിൻ്റെ ഇല, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ ഇപ്പോൾ ഒരു 3 ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വിനീഗറും കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കാടമുട്ടയും തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചിട്ട് ഈ ചമ്മന്തി അതിൽ ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പം കാടമുട്ട ആയാലും കുഴപ്പമില്ല, നമ്മളുടെ കോഴിമുട്ട ആയാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ഓക്കെയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കാടമുട്ട കിട്ടിയതിനെ കൊണ്ട് ഞാൻ അതിൽ ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ അടുത്ത് കോഴിമുട്ടയാണ് ഉള്ളതെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതേപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ ഒരു സോസിൻ്റെയോ അല്ലെങ്കിൽ ഡിപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം അതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാടമുട്ടയും റെഡിയാക്കിയെടുക്കാം. അതപ്പോൾ എല്ലാ മുട്ടയും ഞാൻ അതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബജിമാവാണ്. ഇപ്പോൾ ഞാനിവിടെ ആച്ചീൻ്റെ ബജിമാവാണ് എടുത്തിട്ടുള്ളത്. ബജിമാവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കടലമാവിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ബജിമാവ് ഉണ്ട്, അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററായിട്ട് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാൻ കാണാനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബജിമാവ് ഇതേപോലെ കുറച്ച് ലൂസിൽ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കോഴിമുട്ടയല്ലല്ലോ കാടമുട്ടയും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ചൂടോടെ പൊരിച്ചെടുക്കാം. നമുക്ക് എല്ലാ കാടമുട്ടയും ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മുരിച്ച് പൊരിച്ചെടുക്കാം. നല്ല കാപ്പീൻ്റെയും ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കാൻ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കമൻറ്റിലൂടെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം പൊരിച്ചെടുത്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഉള്ളിൽ ഫില്ലിങ്സൊക്കെ അതേപോലെ ഉണ്ടോ നോക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് ഫില്ലിങ്സൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആവി വറുക്കുന്ന നല്ല ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കാപ്പീൻ്റെ കൂടെ ഇത് കഴിക്കാം.